ഈ അഗ്നികോണിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല, ബോർവെല്ല് പാടില്ല, കിണർ പാടില്ല. വീട്ടിൽ തീയിടാവുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അഗ്നികോണാണ്. അപ്പോൾ വീടിനകത്ത് ആണെങ്കിൽ അഗ്നികോണിൽ നമുക്ക് എന്ത് ചെയ്യാം? കിച്ചൺ പണിയാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെള്ളം സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ പൈസ നിൽക്കാനായിട്ട് നല്ലൊരു ടൂളായി വാസ്തുവിൽ പറയുന്നു. നമസ്തേ. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 4 മൂലകൾ. ഒന്ന് കന്നിമൂല എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് തെക്ക് പടിഞ്ഞാറേ മൂല. 2 വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന വായുകോണ്, അതായത് നോർത്ത് വെസ്റ്റ് കോർണർ. 3 വടക്ക് കിഴക്ക് എന്ന് പറയുന്ന ഈശാന കോണ്, അതല്ല നോർത്ത് ഈസ്റ്റ്. അതല്ലെങ്കിൽ 4 തെക്ക് കിഴക്കെന്ന് പറയുന്ന അഗ്നികോണ് അഥവാ സൗത്ത് ഈസ്റ്റ് കോർണർ. അപ്പോൾ ഈ 4 ദിക്കുകളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ളതാണ്. ഇത് എന്തിനാണ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആണ് ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഒന്ന്, ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല, ബോർവെൽ പാടില്ല, അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് പാടില്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗം കുഴിഞ്ഞു കിടക്കാൻ പാടില്ല, അതായത് താന്ന് കിടക്കാൻ പാടില്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗം ക്ലോസ്ഡ് ആയിരിക്കണം. ഇപ്പൊ 4 കാര്യങ്ങൾ. ഇനി എന്തൊക്കെ ആകാം? വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം മതിൽ കെട്ടി അടഞ്ഞിരിക്കണം. തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കണം ഏറ്റവും ഉയർന്നിരിക്കേണ്ടത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് നല്ല ഒരു റെഡ് ലൈറ്റ് ഈ കോർണറിൽ കൊടുക്കാം. അപ്പോൾ എന്നീ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ കന്നിമൂലയിലായിരിക്കണം നിങ്ങളുടെ വാട്ടർ ടാങ്ക് ഇരിക്കേണ്ടത്. അപ്പോൾ ഒരു ദിക്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്തുകൂടാത്ത കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അടുത്ത ദിക്ക് എടുക്കാം. ക്ലോക്ക് വൈസിൽ പോവാം. അടുത്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നോർത്ത് വെസ്റ്റ് കോർണറാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിൽ എന്തൊക്കെ പാടില്ല? നോർത്ത് വെസ്റ്റിൽ ഈ പറയുന്ന കണക്ക് ബോർവെല്ലോ കിണറോ പാടില്ല. എവിടെയാണ്? നോർത്ത് വെസ്റ്റ് കോർണറിൽ. വീട് പണി കഴിപ്പിക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ മിസ്സിങ് ആകാൻ പാടില്ല. അതായത് ഇത്രയും ഭാഗം ഇല്ലാതെ വീട് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മൂലകളിൽ കൊണ്ടുവന്ന് ടോയ്ലറ്റുകൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടെ പാടില്ല? നോർത്ത് വെസ്റ്റിൽ പാടില്ല. ഇനി ഇവിടെ എന്തൊക്കെ ആകാം? നോർത്ത് വെസ്റ്റിൽ നമുക്ക് ഒരു ബെഡ്റൂം എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമുക്കൊരു 6 റോഡ് വിൻചെയിം ഹാങ് ചെയ്യുന്നതും നല്ലതാണ്. എവിടെയാണ്? നോർത്ത് വെസ്റ്റ് കോർണറിൽ. അപ്പോൾ 2 ദിക്കുകൾ സംസാരിച്ചു. മൂന്നാമത്തെ ദിക്ക് എവിടെയാണ്? ഈശാന കോണം. ഈശാന കോണിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല, ഈശാന കോണിൽ ടോയ്ലറ്റ് പാടില്ല. ഈശാന കോണ് നമുക്ക് വസ്തു ആയാലും വീടായാലും ഇവിടെ നഷ്ടപ്പെടാൻ പാടില്ല. നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വാസ്തുപുരുഷന്റെ ശിരസ് ഇവിടെ നഷ്ടമാവും. എല്ലാ വീട്ടിലും ഒരു വാസ്തുപുരുഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശിരസ് വരുന്ന സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. ഇത് നമുക്ക് ഇവിടെ കട്ടായാൽ ശിരസ് നഷ്ടപ്പെടും, വീടിന് അഭിവൃദ്ധി പോവും, അപ്പോൾ വിദ്യാഭ്യാസം പോവും. അപ്പോൾ അത് പാടില്ല. ഇവിടെ എന്തൊക്കെ ആകാം? ഈ ഇത്രയും ഏരിയ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ഭാരം വെക്കാനോ മറയ്ക്കാനോ ഒന്നും പാടില്ല. ഇവിടെ അയ പാടില്ല, അഴല് അശ അതൊന്നും പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഗേറ്റ് കൊടുക്കാം, ഇവിടെ കിണർ കൊടുക്കാം, ഇവിടെ ബോർവെല്ല് കൊടുക്കാം, ഇവിടെ സമ്പ് കൊടുക്കാം. വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് നമുക്ക് ചെയ്യാം. നല്ല വെള്ളം, വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി, സെപ്റ്റിക് ടാങ്ക് അങ്ങനെയൊന്നും പാടില്ല. അടുത്ത നാലാമത്തെ ദിക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് കോർണറാണ്, അതായത് അഗ്നികോണാണ്. ഈ അഗ്നികോണിൽ സെപ്റ്റിക് ടാങ്ക് പാടില്ല, ബോർവെല്ല് പാടില്ല, കിണർ പാടില്ല, ഇവിടെ വേസ്റ്റ് വാട്ടറിന്റെ കുഴി പാടില്ല, ഇവിടെ ടോയ്ലറ്റ് പാടില്ല. ഇതൊന്നും ഇവിടെ പാടില്ല. ഇവിടെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തീയിടാവുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അഗ്നികോണാണ്. അപ്പോൾ വീടിനകത്ത് ആണെങ്കിൽ അഗ്നികോണിൽ നമുക്ക് എന്ത് ചെയ്യാം? കിച്ചൺ പണിയാം. വീടിൻ്റെ പുറത്താണെങ്കിൽ ആ ദിക്കിൽ മാത്രം തീയിടാം. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി ബാമ്പ് പോലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ വെക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ 4 ദിക്കുകളിൽ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ ആകാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കിതുവരെ സാധിക്കും. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെള്ളം സൂക്ഷിക്കുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ പൈസ നിൽക്കാനായിട്ട് നല്ലൊരു ടൂളായി വാസ്തുവിൽ പറയുന്നു. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകൾ കാണിക്കാം. ഇതൊരു ട്രാവലിംഗ് ബുദ്ധയാണ്, ഒത്തിരി പ്രോസ്പെരിറ്റി ഉള്ളൊരു ബുദ്ധയാണ്.
ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബുദ്ധ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ്. ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബുദ്ധകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു മോഡലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് പ്രോസ്പെരിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ലാഫിൻ ബുദ്ധയെ കണക്കാക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു മുക്കാലി തവളയാണ്, അതായത് 3 legged ഫ്രോഗ് ആണ്. അപ്പോൾ 3 കാലുകളുള്ള ഒരു ഫ്രോഗ് നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. 3 legged ഫ്രോഗ്. അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ബേർഡ് ആണ്. പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാകും. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് ഉയർത്തെഴുന്നേറ്റ് മുകളിലേക്ക് വരാനുള്ള ഒരു എനർജി നമുക്ക് എന്ത് തരും? ഫീനിക്സ് ബേർഡ് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാൻഡേരിയൻ ഡക്സ് വിവാഹത്തിന് വേണ്ടിയിട്ട് വെക്കാനും കപ്പിൾസിൻ്റെ ഐക്യത്തിന് വേണ്ടി വെക്കാനും മാൻഡേരിയൻ ഡക്സ് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.